91 ലക്ഷം റുപ്യ ഈ രണ്ട് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. സമ്മേളന റിപ്പോർട്ടിൽ അവതരിപ്പിച്ച കണക്കിൽ തന്നെ വരവിൽ പിന്നീട് ഇപ്പോൾ ഞാൻ പരിശോധിച്ചപ്പോൾ ഏതാണ്ട് 10 ലക്ഷത്തിൻ്റെ കുറവ് ആ വരവിലുണ്ടായി. പിന്നീട് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കണക്ക് 2021 അവതരിപ്പിക്കുന്നത്. അതിലും യഥാർത്ഥ ചെലവിൽ കൂടുതൽ ചെലവ് കാണിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോൾ അതാണ് കണ്ട ഈ രക്തസാക്ഷികൾക്ക് വേണ്ടി ഫണ്ട് പിരിച്ച് അതിൽ നിന്ന് ഒരു നയാ പൈസ പോലും ഒരു പാർട്ടിക്കാരനും വ്യക്തിപരമായി കൈകാര്യം ചെയ്യാൻ സന്നദ്ധമാകാത്തതാണ് ഈ പാർട്ടിയിൽ. അങ്ങനെയാണ് രക്തസാക്ഷികൾ ഈ പാർട്ടി കാണുന്നത്. പക്ഷേ ആ ഫണ്ടിൽ പോലും കൃത്രിമം കാണിക്കാൻ തയ്യാറായി എന്നതാണ് ഏറെ എന്നെ വേദനിപ്പിച്ച ഒരു കാര്യം. ഒറ്റപ്പെട്ട കേസല്ല. സാധാരണഗതിയിൽ ആർക്കും തെറ്റുപറ്റാം. അങ്ങനെ വരുമ്പോൾ തിരുത്താനുള്ള അവസരം കൊടുക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ ആരും ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് ഒരേ സമയത്ത് വന്ന ഈ 3 കാര്യങ്ങളും അതിൽ 3ലും കൃത്രിമം നടന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും പൊറുക്കാൻ പറ്റുന്ന ഒരു തെറ്റല്ല ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നതാണ്. ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിന് വേണ്ടി 35 ലക്ഷം രൂപ വകമാറ്റി എന്നതാണ് അവതരിപ്പിച്ച കണക്ക്. അങ്ങനെ വകമാറ്റേണ്ടി വരുമ്പോൾ പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ പറഞ്ഞ് കമ്മിറ്റി ചർച്ച ചെയ്ത് കമ്മിറ്റിയുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ പാടുള്ളൂ. പക്ഷെ ഒരിക്കൽ പോലും ഏരിയ കമ്മിറ്റിയിൽ ഇങ്ങനെ കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് തികയില്ല എന്നും തൽക്കാലം ഈ ധനരാജ് ഫണ്ടിൽ നിന്ന് വകമാറ്റണം എന്നും ആവശ്യപ്പെടുകയോ ചർച്ച ചെയ്യുകയോ തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ല. ഈ 2021 ഈ കണക്ക് ഏരിയ കമ്മിറ്റിയിൽ അവതരിപ്പിക്കുമ്പോഴാണ് ഇങ്ങനെ 35 ലക്ഷം ധനരാജ് ഫണ്ടിൽ നിന്ന് വകമാറ്റിയിട്ടാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത് എന്ന് പറയുന്നത് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 1 കോടിൻ്റെ അടുത്ത് 1 കോടി. അല്ല ഈ ധനരാജ് ഫണ്ടും അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് 51 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് പുറമെ ഈ 35 ലക്ഷം കെട്ടിട നിർമ്മാണത്തിലേക്ക് വകമാറ്റി എന്ന് പറയുന്നുണ്ടല്ലോ, അതേറ്റവും ഒടുവിൽ ജില്ലാ കമ്മിറ്റി 40 ലക്ഷമായി വർദ്ധിപ്പിച്ചു. ധനരാജ് ഫണ്ടിൽ നിന്ന് കെട്ടിട നിർമ്മാണത്തിലേക്ക് മാറ്റിയത് 40 ലക്ഷമാണ് എന്ന് ജില്ലാ കമ്മിറ്റി പറയുകയാണ്. ഈ കണക്ക് അവതരിപ്പിച്ചവർ 35 ലക്ഷം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് ജില്ലാ കമ്മിറ്റി പറയുകയാണ് ഈ 40 ലക്ഷം ഏരിയ കമ്മിറ്റി ഫണ്ട് കണ്ടെത്തി തിരിച്ച് ധനരാജ് ഫണ്ടിലേക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ബാക്കി വരുന്ന 51 ലക്ഷവും ഈ കൊടുക്കാൻ ബാധ്യതയുള്ള 40 ലക്ഷവും കൂടി 91 ലക്ഷം റുപ്യ ഈ 2 ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്.